എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾക്കോ ഭീഷണികൾക്കോ വ്യക്തിപരമായി നേരിട്ടാക്കാവുന്ന നഷ്ടങ്ങൾക്കോ ഒന്നും PT-യുടെ നിലപാടുകളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ടില്ല. ഈ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കാലത്ത് PT-യുടെ ശവമഞ്ചവുമായി പുരോഹിതർ തന്നെ പ്രകടനം നടത്തുന്നത് കണ്ടപ്പോൾ ഇവരെന്തൊരു മനുഷ്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ പൗരോഹിത്യത്തിന് നല്ല മറുപടിയാണ് മരണത്തിലും PT നൽകിയിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം എടുത്തുകൊണ്ട് ശവമടക്ക് നടത്തിയ പുരോഹിതർക്ക് അദ്ദേഹം മരണശേഷം തൻ്റെ ശരീരം വിട്ടുകൊടുക്കുന്നില്ല. എറണാകുളത്തെ രവിപുരം ശ്മശാനത്തിൽ ദഹിപ്പിക്കണമെന്നാണ്, എരിഞ്ഞണങ്ങണമെന്നാണ് അദ്ദേഹം അന്ത്യാഭിലാഷമായി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പുരോഹിതരുടെ ഒരു ശുശ്രൂഷകൾക്കും മരണത്തിൽ അദ്ദേഹം ആ ശരീരം വിട്ടുകൊടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, പ്രകൃതിയെ സ്നേഹിച്ച PT ഒരു പൂ പോലും പറിച്ച് അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. സാധാരണ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് മരണത്തിൽ ആ ശുശ്രൂഷകളിൽ മുഴങ്ങേണ്ട ഗാനങ്ങൾക്ക് പകരം ചന്ദ്രകളഭം എന്ന വയലാറിൻ്റെ ഗാനം കേൾപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ഭൂമി അത്രമാത്രം സ്നേഹിച്ചിരുന്നു PT തോമസ്. PT-യുടെ സ്മരണയ്ക്ക് മുന്നിൽ ന്യൂസ് അവറിൻ്റെ ആദരാഞ്ജലി.